ഒരു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബലമില്ലാതെ സോഷ്യൽ മീഡിയ തരംഗങ്ങളുടെ കരുത്തിൽ അല്ലെങ്കിൽ ആശയ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ വഴി നടത്തി തങ്ങളുടെ രാഷ്ട്രീയം വ്യക്തമാക്കുന്ന രീതിയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രക്ഷോഭ സംസ്കാരമാണ് ജെൻസി തലമുറയ്ക്കുള്ളത്. ഇൻസ്റ്റഗ്രാം റീൽസുകളും എക്സും ഹാഷ്ടാഗുകളും ടെലഗ്രാം ഗ്രൂപ്പുകളും ഫേസ്ബുക്കും അടക്കമാണ് അവർ തങ്ങളുടെ ആശയ പ്രചരണത്തിനായി ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അവർ ഡൽഹിയിൽ ഒത്തുകൂടിയതടക്കം ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി ഇൻസ്റ്റഗ്രാം അടക്കമുള്ള മാധ്യമങ്ങളെയാണ് ഇവർ പ്രധാനമായും ആശ്രയിക്കുന്നത്. ഈ ടെലഗ്രാം ഗ്രൂപ്പുകളും ഇൻസ്റ്റഗ്രാം പേജുകളും ഫേസ്ബുക്ക് കുറിപ്പുകളും ഒക്കെയാണ് ഈ പ്രക്ഷോഭങ്ങളുടെ നിർണായക നിയന്ത്രണ കേന്ദ്രങ്ങളായി മാറുന്നത്. നിമിഷങ്ങൾക്കകം 10,000-കണക്കിന് യുവാക്കളെ സംഘടിപ്പിക്കാനും ഭരണകൂടത്തിന്റെ വീഴ്ചകൾ തത്സമയം ലോകമെമ്പാടും എത്തിക്കാനും ഇവർ ഡിജിറ്റൽ ഇടങ്ങളെ ശക്തമായ ആയുധമാക്കുന്നുണ്ട്. വിരൽത്തുമ്പിലൂടെ വിപ്ലവം സൃഷ്ടിക്കുന്ന ഈ ജനറേഷൻ ഭരണകൂടങ്ങളെ എത്രത്തോളം പ്രതിരോധത്തിലാക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഡൽഹിയിലെ പ്രതിഷേധങ്ങൾ. അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും ഒടുവിൽ അധികാരികൾക്ക് പോലും ഇതേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് മടങ്ങിയെത്തേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഞാൻ പറഞ്ഞു വന്നതൊന്നുമല്ല, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ഡൽഹി ജന്തർ മന്ദറിൽ ജെൻസി അഥവാ യുവതലമുറ നടത്തുന്ന കൂറ്റൻ പ്രക്ഷോഭങ്ങൾ കേന്ദ്ര സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുലയ്ക്കുമ്പോൾ വഴിത്തിരിവാകുന്ന പുതിയ തന്ത്രവുമായി എത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന യുവാക്കളെ അഭിസംബോധന ചെയ്യാനും സർക്കാരിന്റെ പ്രതിച്ഛായ വീണ്ടെടുക്കാനുമായി ഇൻസ്റ്റഗ്രാമിൽ സജീവമാകാൻ മന്ത്രിമാർക്ക് പ്രധാനമന്ത്രി കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കേന്ദ്ര ക്യാബിനറ്റ് യോഗത്തിലാണ് മന്ത്രിമാരോട് കേവലം പ്രസംഗങ്ങളിൽ ഒതുങ്ങാതെ റീൽസുകളിലൂടെയും തത്സമയ സംവാദങ്ങളിലൂടെയും ചെറുപ്പക്കാരുമായി നേരിട്ട് സംവദിക്കാൻ മോദി ആവശ്യപ്പെടുന്നത്. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന യുവജനങ്ങൾ ദിവസവും സമയം ചെലവഴിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലാണെന്നും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസനങ്ങൾ ആശ്വാസ പദ്ധതികളുമൊക്കെ അവരിലേക്ക് എത്തിക്കാൻ ഈ ഡിജിറ്റൽ മാധ്യമം അടിയന്തരമായി പ്രയോജനപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി കൃത്യമായി ഓർമ്മിപ്പിച്ചു. നീറ്റ് ചോർച്ചയിൽ പ്രതിഷേധിച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് തലസ്ഥാനത്ത് തമ്പടിച്ചിരിക്കുന്നത്. പാർലമെന്റ് മാർച്ചിനിടെ പോലീസിന്റെ ക്രൂരമായ അതിക്രമത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇൻസ്റ്റഗ്രാം വഴി പ്രത്യേക വീഡിയോ സന്ദേശവുമായി പ്രധാനമന്ത്രി തന്നെ രംഗത്തെത്തുന്നത്. ചോദ്യപേപ്പർ ചോർച്ച സാധാരണ വിഷയമല്ലെന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വേദന തനിക്ക് മനസ്സിലാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പ്രക്ഷോഭകർക്ക് ആശ്വാസമായി പേപ്പർ ചോർച്ച കേസുകൾ കൈകാര്യം ചെയ്യാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും തട്ടിപ്പുകാർക്കെതിരെയുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുമെന്നുമൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വീഡിയോയിലൂടെ ഉറപ്പും നൽകുന്നുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി കൃത്യമായി മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകുകയാണ്. പ്രധാനമന്ത്രിയുടെ നമുക്കറിയാം, പ്രധാനമന്ത്രിക്കാണ് ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ളൊരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് എല്ലാ മന്ത്രിമാരോടും എല്ലാ തരത്തിലുള്ള നേതാക്കളോടും ഇൻസ്റ്റഗ്രാം അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്താനാണ് പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശം. അതേസമയം പ്രധാനമന്ത്രിയുടെ ഈ ഇൻസ്റ്റഗ്രാം തന്ത്രം ഡിജിറ്റൽ ലോകത്ത് വലിയ തരംഗം സൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ വീഡിയോ ഇന്നലെ പുറത്തു വന്നു. തൊട്ടു പിന്നാലെ ഒറ്റ രാത്രി കൊണ്ട് 10 ലക്ഷത്തിലധികം പുതിയ ഫോളോവേഴ്സിനെ മോദിക്ക് ഇൻസ്റ്റഗ്രാമിൽ ലഭിച്ചതായും വാർത്തയുണ്ട്. ഇതോടെ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് 102 ദശലക്ഷം കടന്നിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി ഇതിനൊപ്പം ചേർത്തു പറയേണ്ടതാണ്.